ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ബീഫ് ഡ്രൈ ഫ്രൈ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ BDF റെഡിയാക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതെങ്ങനെയാണ് ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു 450 ഗ്രാമോളം ബീഫ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത പീസുകളാണ് എടുത്തേക്കുന്നത്. ഈ പീസുകൾ നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പെപ്പർ പൗഡറും കൂടി ചേർക്കാം. ഞാൻ പിന്നീട് കൊടുക്കുന്ന കോട്ടിങ്ങിലാണ് പെപ്പർ പൗഡർ ചേർക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ബീഫിൽ വെള്ളം ഉണ്ടെങ്കിലും ഇതൊന്ന് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ട് നമ്മളൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഓരോ ബീഫും കുക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ ടൈം വ്യത്യാസമായിരിക്കും. നിങ്ങൾ എടുക്കുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ച് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിതുപോലെ പ്രഷർ കുക്കറിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ബീഫെല്ലാം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ ഈ വേവിച്ച വെള്ളം നമ്മൾ കളയുന്നില്ല. ഇത് നമ്മുടെ ബീഫ് സ്റ്റോക്ക് നമുക്ക് കോട്ടിങ് റെഡിയാക്കി എടുക്കുമ്പോഴത്തേനും ഉപയോഗിക്കാം. അങ്ങനെ ബീഫ് പീസ് തണുത്ത് കഴിയുമ്പം ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഈ പരുവത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതുണ്ടാക്കാം. ഞാനിത് ഒന്നുകൂടെ ഒന്ന് ബീഫ് ഫിംഗേഴ്സിൻ്റെയൊക്കെ പോലെ ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഞാൻ ഈ ബീഫ് പീസുകളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫെല്ലാം ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോട്ടിങ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ എടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂണോളം സോയ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വരുമ്പം നമ്മുടെ കോട്ടിംഗ് കൺസിസ്റ്റൻസിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അതിന് പകരമായിട്ട് നമ്മൾ ബീഫ് വേവിച്ച വെള്ളമാണ് ചേർത്തേക്കുന്നത്. അത് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കിയെടുക്കാം. ഇതിൻ്റെ കോട്ടിംഗ് കൺസിസ്റ്റൻസി ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്, കുറച്ച് തിക്കായിട്ടിരിക്കണം. എന്നാലേ ഏതാ ബീഫിൽ നന്നായിട്ട് കോട്ടാകത്തുള്ളൂ. ഇതുപോലെ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് അത് റെഡിയാക്കിയെടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പൈസിയാണ് ആവശ്യമെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് മുളക് പൊടിയോ പെപ്പർ പൗഡറോ കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഈ ബീഫ് സ്റ്റോക്കൊക്കെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് നമ്മൾ കോട്ടിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഞാനിത് ഫുള്ള് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് ടു 1 അവർ കഴിഞ്ഞ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ഒരു മീഡിയം ഹൈ ഹീറ്റിൽ നന്നായിട്ട് ചൂടാക്കിയിട്ടേക്കുവാണ്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. തീയ ഒരു മീഡിയം ഫ്ലെയിമിലാക്കാം. നമ്മളിത് ബീഫ് ഓൾറെഡി കുക്ക്ഡാണ്. ഇത് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് ഒത്തിരി ഇരുന്ന് ഓവർ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹാർഡായി പോവും. അതുകൊണ്ട് ഒരു 4 to 5 മിനിറ്റ്സോളം ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന എല്ലാ ബീഫും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമുക്കതിൻ്റെ ടോപ്പിങ്സിന് വേണ്ടിയിട്ട് ഗ്രീൻ ചില്ലിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും കൂടെ ജസ്റ്റ് ഒന്ന് വഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ടോപ്പിങ്സിനുള്ളതെല്ലാം വഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേണ്ട നല്ല അടിപൊളിയായിട്ട് ബീഫ് ഡ്രൈ ഫ്രൈ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ BDF റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.